ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു DMD ഫാമിലി. ഏകദേശം 1000 കിലോമീറ്റർ ദൂരം ഞങ്ങൾ 1500 രൂപ ചിലവിൽ EVയിൽ വേളാങ്കണ്ണിക്ക് പാലക്കാട് നിന്ന് പോയിട്ട് വന്നൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് എവിടെയൊക്കെ വെഹിക്കിൾ ചാർജ് ചെയ്യണം, ഫുഡ് എവിടെ നിന്നെല്ലാം കഴിക്കാം, നല്ല റീസണബിൾ റേറ്റുള്ള ഹോട്ടലും ഡീറ്റെയിൽസ് മുതൽ A to Z എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെള്ളിയാഴ്ച രാവിലെ ഒരു 4:30 കൂടിയാണ് ഞങ്ങൾ വേളാങ്കണ്ണിക്കുള്ള യാത്ര തുടങ്ങിയത്. ആദ്യം തന്നെ ഞങ്ങൾ ഇടവക പള്ളിയിലെ പാലക്കാട് നിന്ന് സ്ട്രെയിറ്റ് ഹൈവേ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. വേളാങ്കണ്ണി വരെ നല്ലൊരു റൂട്ടാണ് കേട്ടോ. അപ്പുറം ഇപ്പുറം വെൺമീലൊക്കെ ആയിട്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഒരു 7 മണിയായപ്പോഴേക്കും ഞങ്ങൾ പളനി അടുത്തടുത്താകാറായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ വണ്ടി ഒന്ന് ചാർജ് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ചാർജിങ്ങിൻ്റെ വിശേഷങ്ങൾ എവിടെയാണ് ഏറ്റവും കുറവായിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. ബിക്കോസ് പോകുമ്പോൾ നമുക്ക് പല സ്ഥലത്തായിട്ട് ചാർജിങ്ങിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ ടൈമും പിന്നെ ഒരു 4 ചാർജിങ് എടുത്തു. പക്ഷെ തിരിച്ചു വരുമ്പോൾ നമ്മളത് മേക്കപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചാർജിങ് മേക്കപ്പ് ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ വേളാങ്കണ്ണി ട്രിപ്പിലാണ്, EVയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ EVയിൽ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ചാർജിങ് എന്നൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തിയത് പളനിയിലാണ്. പളനിയിൽ സിയോണിൻ്റെ ചാർജിങ്ങിലാണ് നിർത്തിയത്. അപ്പോൾ ഇവിടെ 24 രൂപയുടെ ഒരു യൂണിറ്റിന് വരുന്നത്, പ്ലസ് ടാക്സും ഉണ്ട്. ഇതിന് അടുത്തൊരു 3 കിലോമീറ്റർ മാറി 18 രൂപയ്ക്ക് ഒരു ലെക്സ് എന്ന് പറഞ്ഞ ഒരു ചാർജിങ്ങിൻ്റെ ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ചാർജ് ചെയ്തു. ഇവിടെ ജസ്റ്റ് ഞങ്ങളൊന്ന് കുറച്ച് നേരം ഒന്ന് ടോപ്പ് പോയി. ഇനിയിപ്പോൾ ബാക്കി അവിടെ പോയി ചെയ്യാൻ വേണ്ടി. ഇവിടെയും റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് അടുത്ത ഡെസ്റ്റിനേഷൻ ചാർജ് തീരെ കുറഞ്ഞത് കാരണം അല്ലേ ശരി, അതുകൊണ്ട് ഞങ്ങൾ 5% ആയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചൊരു 20% ചെയ്തിന്, ഞങ്ങൾ ബാക്കി അപ്പുറത്തോട് ചെയ്യണം. ഞാൻ ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് അവിടെ കുറച്ച് ചാർജ് ചെയ്തു. ചാർജ് കൊള്ളാതെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് വന്ന് ഇവിടെ 80 റുപ്പീസ് ആ റേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, കടുമ്പുമാണ്. അപ്പോൾ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ടേസ്റ്റിയാണോ? ഇതിന് യമ്മിയാണോ? എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ട് യമ്മി. പളനിയിൽ 95% വരെ ഞങ്ങൾ ചാർജ് ചെയ്തു. ആ ചാർജിൽ തന്നെ ദിണ്ടുകൾ വരെ എത്തി. ദിണ്ടുകളിൽ ഞങ്ങൾ ഒരു ചാർജിങ് സ്റ്റേഷൻ ടാറ്റയിൽ ഒരു 10% കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു MG ഷോറൂമിൽ റിലാക്സ് ചെയ്ത് ലഞ്ചൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് അടുത്ത ചാർജിങ് ഞങ്ങൾ അവിടെ നിന്നാണ് ചെയ്തത്. ലഞ്ചിനായിട്ട് ബിരിയാണിയും അതുപോലെ തന്നെ സലാഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു നോക്കി. MG ഷോറൂമിൽ ടാറ്റ പവറിൻ്റെ ചാർജിങ്ങിലാണ് ഇട്ടിരിക്കുന്നത്. സോ വി ആർ ഹാവിങ് എ ലഞ്ച്. ചാർജ് ആകുമ്പോഴത്തേക്കും ലഞ്ചും കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ഞങ്ങളിപ്പോൾ മഹേന്ദ്ര ഷോറൂം തഞ്ചാവൂരിൽ വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നല്ലൊരു പുതിനൊക്കെ ഇട്ട ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി. വീട്ടിൽ നിന്ന് ഞങ്ങൾ ലൈം സോഡയും ലൈമും പുതിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഞങ്ങളത് മിക്സ് ചെയ്ത് നല്ലൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടാ ലൈം ജ്യൂസ് മസ്റ്റ് ട്രൈ. വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് ചെയ്യും, കുലുക്കി. വരുമ്പോൾ ശരിക്കും നമുക്ക് ചാർജിങ്ങിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എവിടെയാണ് കോസ്റ്റ് കൂടുതൽ, കോസ്റ്റ് കുറവെന്ന്. അങ്ങനെയാണ് പളനിയിൽ 2 തവണ ചാർജ് ചെയ്യേണ്ടി വന്നു. പിന്നെ ദിണ്ടുകല്ലിൽ 2 തവണ, പിന്നെ തഞ്ചാവൂരിൽ 1 തവണ, അങ്ങനെ 5 തവണ നമ്മൾ ചാർജിങ്ങിനായിട്ട് നിർത്തേണ്ടി വന്നു. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് എവിടെയൊക്കെ ചാർജ് ചെയ്തു എന്ന് വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്റ്റാറ്റിക് ചാർജറും അതുപോലെ തന്നെ BPCL പമ്പിലും ചാർജ് ചെയ്തിട്ട് 13 രൂപ മാത്രം കൊടുത്തിട്ട് എങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയെന്ന് ഈ വീഡിയോയിൽ നമ്മൾ അവസാനത്തിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കണം. എല്ലാവർക്കും നമ്മളിപ്പോൾ എവിടെയാണ്? വേളാങ്കണ്ണി. അതെ, വേളാങ്കണ്ണിലാണ്. അങ്ങനെ ഒരു 5:30 കൂടി ഞങ്ങൾ വേളാങ്കണ്ണി എത്തി. അപ്പം വേളാങ്കണ്ണിയിൽ ഞങ്ങൾ റൂം എടുത്തത് ഹോട്ടൽ ഹാപ്റ്റൻ ആണ്. അപ്പം ഈ ഹോട്ടലിൽ നിന്ന് പള്ളിയിലോട്ട് ഒരു 2.5 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. അപ്പം ഇതിന് നമ്മൾ പേ ചെയ്ത റെൻറ്റ് എന്ന് പറയുന്നത് 2100 ആണ്. അവിടെ നമ്മൾ 2 രാത്രി സ്റ്റേ ചെയ്തു. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്, ഹാളുണ്ട്, അതുപോലെ തന്നെ വി ഹാവ് ദ ബെഡ്റൂം. അപ്പോൾ 2 സ്ഥലത്തും നമുക്ക് AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 പേർക്ക് സ്പേഷ്യസ് ആയിട്ട് ആ ബെഡിൽ കിടക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ലോ ചാർജിങ് ആവശ്യപ്പെടുന്നവർക്ക് അവിടെ ഹോട്ടലിൽ തന്നെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലിൽ തന്നെ സ്ലോ ചാർജിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ ചാർജ് ആവുന്നത് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് കാണാവുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷപ്പ് ആയിട്ട് അന്ന് വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഹോട്ടലിൽ ചെന്ന് ഡിന്നർ കഴിച്ചു. ഡിന്നറിനായിട്ട് ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി പ്രോൺസും ഓർഡർ ചെയ്തു. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി വൈസും നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് വന്നിട്ട് കിടന്നുറങ്ങി. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക്
ഫ്രഷ് ആയിട്ട് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം യു ടു DMD ഫാമിലി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 1 ആണ്. വേളാങ്കണ്ണിയിൽ ഞങ്ങൾ ഇന്നലെ രാത്രിക്ക് എത്തി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പള്ളിയിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ മുട്ടയടിക്കുന്നത്. അങ്ങനെ ദാവീദും ദാനും അച്ചായനും 3 പേര് അവിടെ ചെന്നിട്ട് ഞങ്ങൾ മുട്ടയടിച്ചു. അപ്പോൾ പള്ളിയുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിൽ നിന്നായിരുന്നു, ബാർബർ ഷോപ്പിൽ നിന്ന് ഞങ്ങളങ്ങനെ 3 പേർക്ക് മുട്ടയടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ പള്ളിയിലോട്ടാണ് പോയത്. അപ്പോൾ ഇതാണ് മുട്ടയടിച്ചുകൊണ്ടുള്ള സീൻസ്. ദാവീദും ദാനും ഒട്ടും കരഞ്ഞില്ല. ദാനാണെങ്കിൽ ഞാൻ കരയുമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു വെച്ചാൽ അതിൻ്റെ തോളത്ത് കിടത്തിയിട്ട് അങ്ങനെ ഒരു മുട്ടയടിച്ച് കഴിഞ്ഞത് തന്നെ അവൻ അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ ഈ മുട്ട അടിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ മുട്ടയടിച്ചതിന് ശേഷം പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടൊരു 11:30യോടുകൂടി ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് ചെന്ന് കുളിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങി. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ആ വെയിലത്ത് നമുക്ക് നടക്കാനൊന്നും പറ്റില്ല, അത്രയും ചൂടാണ് കുട്ടികളെ ആയിട്ട്. അപ്പം നേരെ ഞങ്ങളങ്ങനെ റൂമിലോട്ട് പോയി കിടന്നുറങ്ങിയിട്ട് ഒരു 3 മണിയോടുകൂടി എണീറ്റിട്ട് ആ സമയത്താണ് ഭക്ഷണവും കഴിച്ചത്. അത്രയും ക്ഷീണിച്ചു ഞങ്ങൾ വെയിലായപ്പോഴേക്കും. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഞങ്ങളൊന്ന് ഫ്രഷപ്പായിട്ട് നേരെ പള്ളിയിലോട്ട് വന്നു. അപ്പോൾ പള്ളിയിലോട്ട് വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രൊസഷനൊക്കെ ഉണ്ടായിരുന്നു. റോസറി പ്രൊസഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുർബാന ഉണ്ടായിരുന്നു, ആരാധനയും കുർബാന. അപ്പോൾ ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൂടിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡും കഴിച്ചിട്ടാണ് റൂമിലോട്ട് തിരിച്ച് മടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ നേരെ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ചർച്ചുണ്ട്. ചർച്ചിലാണ് മലയാളം കുർബാനൊക്കെ നടക്കുന്നത്, വലിയ ചർച്ചാണ്. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് തീശോടെ. പിന്നെ പള്ളിയുടെ അകത്ത് ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ല. ഞങ്ങൾ ഭക്തിപൂർവ്വം നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. പിന്നെ മെയിൻ പള്ളി പോയ വീഡിയോ ഞാൻ ഇന്നലെ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ബീച്ച് ഞങ്ങൾ ഇത്തവണ ഒന്ന് ഒഴിവാക്കി, സമയമില്ല ആൻഡ് വി തോട്ട് നോട്ട് ടു ഗോ. ിലേക്ക് പോകുന്നവർക്ക് നമ്മുടെ SRS ഒരു ഷോറൂം ഉണ്ട് മഹേന്ദ്രയുടെ. ആ മഹേന്ദ്ര ഷോറൂമിൻ്റെ അവിടെ തന്നെ ഒരു സ്റ്റാറ്റിക്കിൻ്റെ ചാർജറുണ്ട്. വളരെ ചാർജ് കുറവ്, 14 രൂപ ഉള്ള 60 കിലോവാട്ട് ചാർജറാണ്. 14 രൂപ ചാർജ് വരുന്നുള്ളൂ. ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ നമുക്ക് റെസ്റ്റ് റൂമിലൊക്കെ പോകാം ഷോറൂമിൽ. അത് നമുക്കിവിടെ ചാർജ് ചെയ്ത് നമുക്ക് സേഫായിട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, തഞ്ചാവൂരിൽ നിന്ന് ചാർജ് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ വിട്ടത് ട്രിച്ചിയിലോട്ടാണ്. ട്രിച്ചിയിൽ നിന്ന് ഞങ്ങൾ ബനാന ലീഫ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റോട്ടിയും പിന്നെ എന്തായിരുന്നു ബട്ടർ ചിക്കനും ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കഴിച്ചു. തഞ്ചാവൂർ, ദിണ്ടിഗൽ, ഉദുമൽപേട്ട 3 സ്ഥലം നമ്മൾ വെഹിക്കിൾ ചാർജ് ചെയ്തത് ടോട്ടലി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഫുൾ ചാർജിങ് ഒന്നും അല്ലായിരുന്നു, ടോപ്പ് ചെയ്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ 3 വർഷം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ വെഹിക്കിളിൻ്റെ ബാറ്ററി കംപ്ലീറ്റ് നില്ലാകാതിരിക്കാനും ഇടയ്ക്കൊന്ന് റെസ്റ്റ് കിട്ടാനും നമ്മൾ ചെയ്തത്. ടോട്ടൽ അറൗണ്ട് എല്ലാം കൂടി ഒരു 1500 ആണ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയത്. നെക്സ്റ്റ് ചാർജിങ് എവിടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടുള്ളത്? ദിണ്ടിക്കലിനകത്തുള്ള BPCL ചാർജ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയാനായിട്ട് റേറ്റ് കുറവാണ്, 14 റുപ്പീസ് ഉള്ളൂ. 14 രൂപയോളം 60 കിലോവാട്ട് ചാർജാണ്. എല്ലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 10 രൂപയ്ക്ക് ഒരു യൂണിറ്റിന് റേറ്റ് കുറവാണ് ഇവിടെ. ഞങ്ങൾ ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനടുത്ത് തന്നെ ജിയോയുടെ ഒരു പമ്പും ഉണ്ട്. അവിടെ ഒരു ജിയോ കോഫി ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഒരു കോൾഡ് കോഫി കാണാൻ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് പോയിട്ട് ഉദുമൽപേട്ട ഒന്ന് ടോപ്പ് ഫുൾ ചെയ്യത്തില്ല, കുറച്ചും ടോപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ നേരെ വീട്ടിലേക്ക് പോകും. ഉദുമൽപേട്ട if the charger is not good, പൊള്ളാച്ചി. അതെ, എന്നിട്ട് നേരെ വീട്. ബൈ പറഞ്ഞ സേ ബൈ. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ ചാർജിങ്ങിനായിട്ട് നിർത്തിയത് ഉടുമൽപേട്ടിലാണ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങൾ
ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നുണ്ട്. റൂം റെൻറ്റ്, ചാർജിങ് എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എത്ര എക്കണോമിക്കലാണ് ഇതെന്ന് നിങ്ങൾക്ക് അറിയാം. ജോസ് റെസിഡൻസി എന്ന് പറഞ്ഞ ഉദുമൽപേട്ടാണ്. ഇവിടെ 13 രൂപ 50 ഉള്ളൂ ഒരു യൂണിറ്റിന് ചാർജ് ചെയ്യാനായിട്ട്. തൊട്ടപ്പുറത്ത് തന്നെ നല്ല അടിപൊളി വെജ് ഹോട്ടലുണ്ട് അല്ലേ, ആനന്ദഭവൻ എന്ന് പറഞ്ഞ വെജ് ഹോട്ടലുണ്ട്. ഇവിടെ ഒരു കിടിലൻ സ്വീറ്റ്സിന്റെ കടയുണ്ട്, നേരെ കാണുന്നുണ്ടോ. കിടിലൻ സ്വീറ്റ്സ് റീസണബിൾ റേറ്റിൽ ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ രാത്രി ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം ഒരു വൈബാണ്. ഫാമിലിയായിട്ട് എല്ലാവരും റോഡിലുണ്ട്, പുറത്തുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ്. നമുക്കൊരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു നമുക്ക് ഫീൽ ചെയ്യും. എല്ലാവരും കൂടുതൽ ഈ സമയത്ത് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്നെന്ന് തോന്നുന്നു. അതുപോലെ സ്വീറ്റ്സ് ഫുഡൊക്കെ ഇവിടെ സൂപ്പറാണ്. അപ്പോൾ ഉദുമൽപേട്ട് വരുമ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. സ്ട്രോബെറി മിൽക്ക് കേക്ക് മേടിച്ചു. ഞങ്ങൾ വണ്ടി ഫുൾ ചാർജ് ചെയ്തു. വെറും 160 രൂപയ്ക്ക് വണ്ടി ഫുൾ ചാർജ്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി ഇതിന്റെ ഫുൾ എക്സ്പെൻസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ അല്ലേ. അതെല്ലാം എത്രയായത് ഞങ്ങൾ കംപ്ലീറ്റ്ലി ഈ വീഡിയോയിൽ ഡീറ്റെയിൽസ് പറയുന്നത്. ഓക്കെ ബൈ.